ഹായ് ഫ്രണ്ട്സ്, ഡ്രീംസ് മിഷൻ LDCയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. PSCയുടെ പുതിയ വിജ്ഞാപനമൊക്കെ എല്ലാവരും അറിഞ്ഞു കാണും. നമ്മുടെ എക്സാമൊക്കെ ഏകദേശം ഡിസംബറോട് കൂടി തന്നെ നടത്തുമെന്ന് പ്രതീക്ഷിക്കാം. നിങ്ങളെല്ലാവരും പഠിത്തം ഒന്നുകൂടി ഉഷാറാക്കുക. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് റിട്ടുകൾ എന്ന ഭാഗത്തെക്കുറിച്ച് പറഞ്ഞു തരുന്നതിന് വേണ്ടിയാണ്. ഇത് ഒരു ചെറിയ ടോപ്പിക്കാണ് എന്ന് പറഞ്ഞ് ഇതിനെ അവഗണിച്ച് കളയുകയൊന്നും വേണ്ട. നമ്മുടെ പ്രീവിയസ് PSC ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് വെച്ച് ഒന്ന് അവലോകനം ചെയ്ത് നോക്കുകയാണെങ്കിൽ റിട്ടുകളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഒരുപാട് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഈ റിട്ടുകൾ എങ്ങനെ കോഡ് ഉപയോഗിച്ച് വളരെ വേഗം നമുക്ക് പഠിക്കാം എന്ന് നോക്കാം. അതിനായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യുക കൂടി ചെയ്യുക. റിട്ടുകൾ എന്താണ്? റിട്ടുകൾ എന്ന് നമുക്ക് ആദ്യം പഠിക്കാം. ഒരു വ്യക്തിയുടെ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് റിട്ടുകൾ. അതായത് മൗലിക അവകാശങ്ങൾ എവിടെയെങ്കിലും ലംഘിക്കപ്പെടുന്നുവെങ്കിൽ കോടതിയുടെ ഉത്തരവ് പ്രകാരം നമുക്കതിനെ തിരിച്ച് പുനഃസ്ഥാപിക്കാൻ സാധിക്കും. റിട്ടുകൾ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്ന് ആണ്. ഇത് PSCയുടെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചിരിക്കുന്ന റിട്ടുകൾ 5 എണ്ണമാണ്. 1 സെഷ്യോററി, 2 പ്രൊഹിബിഷൻ, 3 മാൻഡമസ്, 4 ഹേബിയസ് കോർപ്പസ്, 5 ക്വോ വാറണ്ടോ എന്നിവയാണ്. ഈ 5 റിട്ടുകൾ കോഡുകൾ ഉപയോഗിച്ച് നമുക്ക് മറന്നു പോകാതെ എളുപ്പത്തിൽ എങ്ങനെ പഠിക്കാമെന്ന് നോക്കാം. റിട്ടുകളുടെ കോഡ് ഇതാണ്. CPMൻ്റെ HQ. C എന്നത് സെഷ്യോററി, P പ്രൊഹിബിഷനെ സൂചിപ്പിക്കുന്നു, M മാൻഡമസ്, H ഹേബിയസ് കോർപ്പസ്, Q ക്വാറൻഡോ എന്നതാണ് CPMൻ്റെ HQ. ഇത് നോട്ട് ചെയ്ത് വയ്ക്കുക, എക്സാമിന് നമുക്ക് ഉപകരിക്കും. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ടും എന്തൊക്കെയാണ് എന്ന് പഠിക്കാം. അതിനു മുമ്പ് റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കുമാണ് ഉള്ളത്. സുപ്രീം കോടതിയുടെ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം ആർട്ടിക്കിൾ 32 പ്രകാരവും ഹൈക്കോർട്ടിൻ്റെ ആർട്ടിക്കിൾ ആണെങ്കിൽ 226 പ്രകാരവുമാണ്. ഓർത്തിരിക്കുക, സുപ്രീം കോർട്ടിൻ്റെ ആർട്ടിക്കിൾ 32ഉം ഹൈക്കോർട്ടിൻ്റെ ആർട്ടിക്കിൾ ആണെങ്കിൽ 226ഉമാണ്. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, മറക്കാതിരിക്കുക. ഇനി നമുക്ക് റിട്ടുകൾ ഓരോന്നായിട്ട് പഠിക്കാം. അതിനു മുമ്പായിട്ട് ഈ റിട്ടുകളൊക്കെ ലാറ്റിൻ ഭാഷയിൽ നിന്നും ഉള്ളതാണ് എന്നുകൂടി ഓർത്തിരിക്കുക. സേഷ്യോററി, ആദ്യത്തെ റിട്ടായ സേഷ്യോററി, അതിൻ്റെ മീൻസ് സാക്ഷ്യപ്പെടുത്തുക എന്നാണ്. അർത്ഥങ്ങൾ പലപ്പോഴും PSCയിൽ ചോദിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് അത് ഒന്നുകൂടി ശ്രദ്ധിക്കുക. സേഷ്യോററി സാക്ഷ്യപ്പെടുത്തുക. സേഷ്യോററി റിട്ട് എന്ന് വെച്ചാൽ ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാനുള്ള ഉത്തരവിനാണ് സേഷ്യോററി റിട്ട് പുറപ്പെടുവിക്കുക. ഇനി പ്രൊഹിബിഷൻ മീൻസ് തടയുക എന്ന് ആണ്. ഒരു കീഴ്ക്കോടതി അധികാര അതിർത്തി ലംഘിക്കുകയോ സ്വാഭാവിക നിയമങ്ങൾക്കെതിരെ പ്രവർത്തിക്കുകയോ ചെയ്താൽ അതിനെതിരെയുള്ള ഉത്തരവാണ് പ്രൊഹിബിഷൻ റിട്ട്. ഇനി മണ്ടാമസ് എന്നാൽ നാം കൽപ്പിക്കുന്നു എന്നാണ് അതിൻ്റെ മീനിങ്. സ്വന്തം കർത്തവ്യം നിർവഹിക്കാൻ ഒരു വ്യക്തിയെയോ ഒരു സ്ഥാപനത്തെയോ അനുശാസിക്കുന്ന ഉത്തരവാണ് മാൻഡമസ്. ഹേബിയസ് കോർപ്പസ് പ്രധാനപ്പെട്ട ഒരു റിട്ട് തന്നെയാണ്. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം, അല്ല എങ്കിൽ ശരീരം ഹാജരാക്കുക എന്നും അർത്ഥം അതിന് വരുന്നുണ്ട്. ഹേബിയസ് കോർപ്പസ് വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നുകൂടി അറിയപ്പെടുന്ന റിട്ടാണ്. അത് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളതാണ്. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്ന് അറിയപ്പെടുന്ന റിട്ട് ഏതാണ് എന്ന് ചോദിച്ചാൽ ഹേബിയസ് കോർപ്പസ് ആണ് എന്നുകൂടി ഓർത്തിരിക്കുക. എന്താണ് ഹേബിയസ് കോർപ്പസ്? അന്യായമായി തടവിൽ പാർപ്പിക്കുന്നയാളെ സ്വതന്ത്രമാക്കാനുള്ള ഉത്തരവാണ് ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ് ആദ്യമായിട്ട് വന്നത് മാഗ്ന കാർട്ടയിലാണ് എന്നുകൂടി ഓർത്തിരിക്കുക. ഇനി അടുത്തത് കോവാറൻഡോ എന്നാൽ അതിൻ്റെ മീൻസ് എന്ത് അധികാരം എന്നതാണ്.
അതിൻ്റെ കോവാറൻഡോ എന്ന് വെച്ചാൽ എന്താണ്? അനർഹമായ ഉദ്യോഗം നേടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനുള്ള ഉത്തരവാണ്. അതായത് നമുക്ക് അർഹമല്ലാത്ത ജോലി ആരെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയുള്ള ഉത്തരവാണ് കോ വാറൻഡോ. ഇതിൻ്റെയൊക്കെ അർത്ഥം നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കിയാൽ തന്നെ അതെന്താണ് എന്ന് നമുക്ക് പെട്ടെന്ന് പിടികിട്ടും. ഇനി ഇത് കൂടാതെ സുപ്രീം കോടതി അംഗീകരിക്കാത്ത ഒരു റിട്ട് കൂടിയുണ്ട്, പെബ്ലിസെറ്റ്. വളരെ റെയറായിട്ട് PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഇത്, ഓർത്തിരിക്കുക. അപ്പോൾ നമുക്ക് റിട്ടുകളെക്കുറിച്ച് PSCയിൽ ഇത്രയും തന്നെ പഠിക്കാനുള്ളൂ. വളരെ ഡീപ്പായിട്ട് പോകേണ്ട ആവശ്യം ഇല്ല. നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടമായി എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.